വീണ്ടും ഒരു റമദാൻ കൂടി പൂർത്തിയാവുകയാണ്. ഗസയിലെ വംശാറ്റ് തുടരുമ്പോഴാണ് വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ കൂടി ഗൾഫ് മേഖലയിൽ വിരുന്നെത്തുന്നത്. പ്രവാചകന്റെ മദീനയും മക്ക നഗരിയും ചെറിയ പെരുന്നാളിലാണ്. ഇതൊരു വിടപറച്ചിലിന്റെ പെരുന്നാളാണ്. ലോകം റമദാനോട് വീണ്ടും വിട പറയുന്ന കാഴ്ച. ഉള്ളിൽ വിങ്ങലായി ഗസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെ ഫലസ്തീനുണ്ട്. ഹറമിലെ പ്രാർത്ഥനകളിൽ ഓരോരുത്തരും വിങ്ങിപ്പൊട്ടിയതും അവർക്കായാണ്. اللهم احفظ المسجد الأقصى اللهم احفظ المسجد الأقصى اللهم احفظ المسجد الأقصى شامخا عزيزا إلى يوم الدين اللهم عليك بالصهاينة المعتدين المحتلين فإنهم قد طغوا وبغوا وأسرفوا في الطغيان وأرهبوا وهددوا مقدسات المسلمين وأرعبوا المسلمين وحرماتهم اللهم عليك بهم فإنهم لا يعجزونك اللهم شتت شملهم وفرق جمعهم واجعلهم عبرة للمعتبرين. ഒരു കെട്ടിടം പോലെ ബാക്കി വെക്കാതെ തകർത്തിട്ടും ഇസ്രയേലിന് മുന്നിൽ ബദറിലെ പോരാളികളെ പോലെ വിജയിച്ചു നിൽക്കുന്ന ഗസക്കുള്ള നോമ്പ് അത് വിട വാങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. റമദാനിലെ അവസാന ദിനങ്ങളിലെ 21, 23, 25, 27 രാവുകളിൽ ഒന്നിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ച ലൈലത്തുൽ ഖദർ, അഥവാ 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ്. ഓരോരുത്തരും സ്വയം പുതുക്കുന്ന രാവ്, വന്നുപോയ വീഴ്ചകളിൽ ദൈവത്തിനു മുന്നിൽ വീഴുന്ന രാവ്. ഈ രാവിലെ പാപമോചന പ്രാർത്ഥനകൾക്കൊപ്പം ഫലസ്തീനും ഹറമിൽ നിറഞ്ഞു. ഖുദ്സിന്റെ മോചനത്തിനും ലക്ഷോപലക്ഷങ്ങൾ സംഗമിച്ച ഹറമിന്റെ കോണുകൾ ഓരോന്നും വിറകൊണ്ടു. اللهم انصر إخواننا في فلسطين على اليهود الغاصبين والصهاينة الغادرين المحتلين يا رب العالمين وطهر المسجد الأقصى من رجس اليهود عاجلا غير آجل يا رب العالمين اللهم أقر أعيننا بتطهير المسجد الأقصى من رجس اليهود عاجلا غير آجل يا رب العالمين اللهم احفظ بلادنا وبلاد المسلمين من كيد الكائدين وعدوان المعتدين وحقد الحاقدين وحسد الحاسدين يا رب العالمين. പുണ്യമേറെയുള്ള രാവും പകലും ഹറമുകളിൽ കഴിച്ചുകൂട്ടുന്നതിനായി വിശ്വാസികൾ ഹറമുകളിലേക്ക് ഒഴുകിയ ദിനങ്ങളാണ് ഇവിടെ അവസാനിച്ചത്. മദീനയിൽ പ്രവാചകരുടെ പള്ളി മാസങ്ങളായി വീർപ്പുമുട്ടുന്നുണ്ട്. റമദാന് മുന്നേ തിരക്കേറിയ മദീന ഹറമിൽ വിശ്വാസി ലക്ഷങ്ങൾ റമദാന്റെ അവസാന ദിനങ്ങളിൽ നിറഞ്ഞൊഴുകി. പെരുന്നാൾ ദിനത്തിലും ഇന്ന് ഇതായിരുന്നു കാഴ്ച. എത്ര പേരെത്തിയാലും അവരെ തിക്കും തിരക്കും കൂടാതെ അപകടത്തിലേക്ക് തള്ളിവിടാതെ വിശ്വാസികളെ മനോഹരമായി പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങൾക്കും ഹറം സാക്ഷിയായി. ഹജ്ജിനുള്ളതിനേക്കാൾ സൈനിക സുരക്ഷാ വിന്യാസം ഇത്തവണ ഹറമിൽ ഉറപ്പാക്കിയിരുന്നു. റമദാൻ വിടവാങ്ങുമ്പോൾ വിശ്വാസികൾക്ക് നെടുവീർപ്പുകൾ ഏറെയുണ്ട്. അവരുടെ വസന്തമാണ് റമദാൻ. ഇനിയൊരു വസന്തം വരെ ജീവിക്കുമോ എന്നുറപ്പില്ല. റമദാനിൽ സ്വന്തമാക്കിയ നന്മകളാൽ ഓരോ ദിനവും ഗസയുടെ ക്ഷമയോടെ, ആത്മാഭിമാനത്തോടെ, പ്രതിരോധത്തോടെ, നന്മകളോടെ മുന്നോട്ടു പോകണം. ഇത്തവണത്തെ റമദാൻ നൽകുന്ന പാഠങ്ങളിൽ അതുണ്ട്.